ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാറാക്കുന്നത് ഒരു വ്യത്യസ്ത രീതിയിലുള്ള മുട്ട റോസ്റ്റാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നമുക്കിത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇതിനായിട്ട് ഞാൻ മുട്ടയെല്ലാം ഇവിടെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനി പുഴുങ്ങിയെടുക്കുന്നതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ട് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ മുട്ട നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനി ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ഞാനിത് ആവികയറ്റി എടുക്കുന്നത്. ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് മുട്ട ഇവിടെ വെന്തിട്ടുണ്ട്. ഞാൻ പകുതി മുട്ടയെ ഇവിടെ ഒഴിച്ച് വെച്ചുള്ളൂ. ഇനി നമുക്ക് ബാക്കിയും കൂടെ ഇതേപോലെ ഒഴിച്ച് വേവിച്ചെടുക്കാം. ഞാനിവിടെ മുട്ട ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. കുരുമുളകൊക്കെയാണ് വന്ന് നിൽക്കുന്നതുകൊണ്ട് അതിൻ്റെ നിറമൊക്കെ ഇതേപോലെ ഇരിക്കുന്നത്. നമുക്കിതിന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കുന്നതിന് ഞാനൊരു പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3-4 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മീഡിയം സൈസ് സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം. ഇത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിന് നമുക്കൊരല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് അരിഞ്ഞ്. അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കിതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ മസാലയുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. നമ്മൾ മുട്ട ഉപ്പ് ചേർത്ത് വേവിച്ചതാണ്. അതുപോലെ സവാള വഴന്നു വരുന്നതിന് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇതിന് ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി ഇതൊന്ന് മസാലയൊക്കെ ഈ മുട്ടയിലൊന്ന് സെറ്റാകുന്നവരെ 2 മിനിറ്റ് നമുക്കിത് വെച്ചേക്കാം. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇത് ഞാനിങ്ങനെ പ്രത്യേകിച്ചും ചെയ്യാൻ കാരണം തന്നെ കുട്ടികൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾ സാധാരണ നമ്മൾ മുട്ട പുഴുങ്ങി കൊടുത്താൽ അതിൻ്റെ മഞ്ഞയോ വെള്ളയോ ഏതെങ്കിലും ഒന്നേ കഴിക്കത്തുള്ളൂ, ഒരെണ്ണം കഴിക്കത്തില്ല. അപ്പോൾ അവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇത് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തത്. പക്ഷെ ഇതിങ്ങനെ ചെയ്തപ്പോഴാണ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.